ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് നേരെ ഭീഷണിയെന്ന് WCC. നിരവധി ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നുവെന്ന് WCC ഹൈക്കോടതിയിൽ അറിയിച്ചു. SIT നോഡൽ ഓഫീസറെ നിയോഗിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഭീഷണി സന്ദേശം ലഭിച്ചവർക്ക് നോഡൽ ഓഫീസറെ പരാതി അറിയിക്കാം. പരാതികൾ പരിശോധിച്ച് നോഡൽ ഓഫീസർ റിപ്പോർട്ട് നൽകാനും കോടതിയുടെ നിർദ്ദേശമുണ്ടായി. ആജ്ഞ രവിധൻ ചേരുന്നു. ആജ്ഞ, എന്താണ് WCCയുടെ പരാതി? സജിത്ത്, ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയ ആളുകൾക്ക് ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് WCC പരാതി നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള, അതായത് ഹേമ കമ്മിറ്റി മുൻപാകെ എത്തിയിട്ടുള്ളത് 26 കേസുകളായിരുന്നു. 26 കേസുകളിൽ 5 പേർ തങ്ങൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് കോടതി അറിയിച്ചത്. അതനുസരിച്ചിട്ട് ആ കേസുകൾ, അതായത് പരാതി കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ മാത്രം അക്കാര്യത്തിൽ നടപടിയെടുത്താൽ മതിയെന്നായിരുന്നു നേരത്തെ തന്നെ കോടതി തീരുമാനിച്ചത്. പരാതിക്കാരുടെ കൂടി ആശങ്ക പരിഗണിക്കണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 5 കേസുകളിൽ 5 FIRകളിൽ പരാതിക്കാർക്ക് ഈ കാര്യത്തിൽ പരാതിയില്ല, തങ്ങൾ ഇതുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് അവർ അന്വേഷണ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 കേസുകളിൽ തങ്ങൾ കൊടുത്ത മൊഴിയല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന സാഹചര്യം കൂടി അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അങ്ങനെ 8 കേസുകൾ മാറ്റി നിർത്തിയാൽ ബാക്കി 18 കേസുകളുടെയും FIR അതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ഡിസംബർ 31 മുൻപ് ഈ കാര്യത്തിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. ഈ 18 കേസുകളുടെ കാര്യത്തിലാണ് ഇതുമായി മൊഴി നൽകിയ ആളുകൾക്ക് നേരെ ഭീഷണി സന്ദേശങ്ങൾ അയക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇവരുടെ സുരക്ഷ, അതല്ലെങ്കിൽ ഇവർ ഇത്തരം കാര്യങ്ങളിൽ സജിമോൻ പാറയിൽ ഹൈക്കോടതിയിൽ നൽകിയിരുന്ന പരാതി തന്നെ, ഹർജി തന്നെ അതായിരുന്നു. അതായത് ഈ ആളുകളുടെ നേരെ ജീവഹാനി ഉണ്ടാകാനുള്ള തരത്തിലുള്ള, അല്ലെങ്കിൽ അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കാം, അത്തരത്തിലുള്ള ഉറപ്പ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതുകൊണ്ട് ഇത്തരം ഹർജികൾ പരിഗണിക്കരുത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന ആവശ്യം ഉന്നയിച്ച് നേരത്തെ സജിമോൻ പാറയിൽ ഹൈക്കോടതിക്ക് മുൻപാകെ ഹർജി നൽകിയിരുന്നതും അങ്ങനെ തന്നെ ആയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് ആവശ്യപ്പെട്ടു മൊഴി നൽകിയ ആളുകളും രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ തങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായേക്കാമെന്നുള്ള ഭീതി അവർക്കുണ്ട്. അതുകൊണ്ട് ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകണം, ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരം റിപ്പോർട്ട് പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളും ഹൈക്കോടതി നേരത്തെ പരിഗണിച്ചിരുന്നതാണ്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ചിന്റെ മുന്നിലാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് CS സുധയും അടങ്ങുന്നത് പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ മുൻപിലാണ് ഈ പരാതി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട നോഡൽ ഓഫീസറെ ഹൈക്കോടതി നിയമിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളെല്ലാം നോഡൽ ഓഫീസർക്ക് മുൻപാകെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയവർക്കോ അതല്ലെങ്കിൽ അതാണ് WCCയുടെ പരാതി. മറ്റൊരു